അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തി. കണ്ണൂർ മുത്തപ്പൻ്റെ അടുത്താണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ ആണെങ്കിൽ കുഞ്ഞിന് ചോറും അവിടെ കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നതാണ്. അങ്ങനെ മുത്തപ്പനെ കാണാൻ പറ്റി. എന്താ പറയുന്നത്, അവിടെ ഉത്സവം നടക്കുമായിരുന്നു. അപ്പം എല്ലാം നല്ലതായിട്ട് കണ്ട് തൊഴുതു സന്തോഷമായി. രണ്ടായിട്ടൊന്ന് കുറച്ച് അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്, അവിടുത്തെ പ്രസാദം പയറ് പുഴുങ്ങിയതായിരുന്നു. നമ്മളത് കഴിച്ച് പിന്നെ വെളിയിലിറങ്ങിയിട്ട് കുറേ സാധനങ്ങൾ, കുഞ്ഞുങ്ങളെ കൊണ്ട് പോവല്ലേ, അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് കുറേ കമ്മൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് കമ്മലൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ സംഭവമായ കണ്ണൂറുകാരുടെ സാധനം, എന്താ പറയുക, കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയപ്പോഴേ പ്ലാൻ ചെയ്തതായിരുന്നു കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പം അച്ചുവാണ് കുഞ്ഞിനെ കൊണ്ട് റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും ശങ്കരനും അമ്മോടാണ് പോയത്. അപ്പം ഞങ്ങൾ വെച്ച് ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം കൊള്ളാമോ എന്ന്. ഞങ്ങൾ ദിവസം വീട്ടിലുണ്ടാക്കി, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കണ്ണൂർ പോയല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മൂനെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം, ഇത് പറയാനൊന്നുമില്ല. അവർ ഓൾറെഡി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ. അടിപൊളിച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനമുണ്ട്, നല്ല അടിപൊളി. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ടേസ്റ്റ് ആയിട്ട്, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ശങ്കരനാണെങ്കിൽ അവനും ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, അമ്മൂനും ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനമാണ്. പിന്നെ എൻ്റെ അച്ഛനും എല്ലാം ഞാൻ പാഴ്സൽ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേന് ഞങ്ങൾ ഒരു അടുത്തുള്ള ഹോട്ടലിൽ തന്നെ അവിടുത്തെ നമ്മുടെ കണ്ണൂറുകാർ ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.